ഒരു കൊച്ചു കഥ. ഒരു ഗ്രാമത്തിൽ ഒരു പഴയ തറവാടുണ്ടായിരുന്നു. രാത്രി ആയാൽ അവിടെ നിന്ന് കിലുക്കാൻപെട്ടിയുടെ ശബ്ദം കേൾക്കുമായിരുന്നു. ഗ്രാമവാസികൾ വിചാരിച്ച് അവിടെ ഒരു പ്രേതമുണ്ടെന്ന്. ആർക്കും രാത്രി അങ്ങോട്ട് പോകാൻ ധൈര്യമില്ലായിരുന്നു. പക്ഷെ ആ ഗ്രാമത്തിൽ ഒരു ധൈര്യശാലിയായ കുട്ടി അർദ്ധരാത്രിയിൽ ആ വീട്ടിൽ പോയി. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ കണ്ടത് ഒരു രസകരമായ കാഴ്ചയായിരുന്നു. ഒരു ചെറിയ എലി ആ പഴയ കിലുക്കാൻപെട്ടിയിൽ തട്ടി കളിക്കുമായിരുന്നു. എലി ഓടുമ്പോൾ കിലുക്കാൻപെട്ടി കിലുങ്ങും. അതായിരുന്നു എല്ലാവരും പേടിച്ച ആ ശബ്ദം. കഥയിലെ പാഠം എന്താണെന്ന് വെച്ചാൽ കേട്ടുകളി മാത്രം വിശ്വസിക്കരുത്. ചിലപ്പോഴെങ്കിലും കാര്യങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തണം. പിന്നെ നിങ്ങൾക്ക് പ്രേതത്തെ പേടിയുണ്ടോ എന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ വെയിറ്റ് ഫോർ വിശപ്പിന്റെ പാഠം. ഒരു കൊച്ചു കഥ. ഒരിക്കൽ ഒരു രാജകൊട്ടാരത്തിൽ ഒരു രാജാവ് 3 കുതിരകളെ വാങ്ങി. കുതിരകളെ യുദ്ധത്തിന് പരിശീലിപ്പിക്കാനായിട്ട് 3 പടയാളികൾക്കും ഓരോ കുതിര വീതം രാജാവ് നൽകി. അങ്ങനെ 2 പടയാളികൾ അവരുടെ കുതിരകൾക്ക് നല്ല ഭക്ഷണം നൽകി വളർത്തി. പക്ഷെ ഒരാൾ മാത്രം തന്റെ കുതിരയെ ഒരു ചെറിയ മുറിയിൽ കെട്ടിയിട്ട് ജനലിൽ കൂടെ കുറച്ച് പുല്ല് മാത്രമേ നൽകി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രാജാവ് കുതിരകളെ പരിശോധിച്ചു. 2 കുതിരകൾ തടിച്ചു കൊഴുത്തു വന്നു. എന്നാൽ അടുത്ത കുതിരയുടെ അടുത്തെത്തിയപ്പോൾ ആ പടയാളി ആ കുതിര കടിച്ചു. രാജാവ് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ, നിന്റെ കുതിര എത്ര ദേഷ്യത്തിലെന്ന്. അയാൾ പറഞ്ഞു, ഞാൻ ഇവന് ഭക്ഷണത്തിന്റെ വില പഠിപ്പിച്ചു, അതുകൊണ്ട് യുദ്ധത്തിൽ ഭക്ഷണം കുറവായാലും ഇവൻ തളരില്ലെന്ന്. കഥയിലെ പാഠം എന്താണെന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. വെള്ളവസ്ത്രം. ഒരു കൊച്ചു കഥ. ഒരു കുട്ടിക്ക് എല്ലാത്തിനോടും എപ്പോഴും വളരെ പേടിയായിരുന്നു. ആ കുട്ടി തന്റെ വീടിന്റെ ജനാലിലൂടെ പുറത്തോട്ട് നോക്കിയപ്പോൾ മരത്തിൽ ഒരു വെള്ളരൂപം തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. ആ രൂപം കാറ്റിൽ ഒഴുകി നടക്കുന്നത് കണ്ട് അവൻ വേഗം പേടിച്ച് പുതപ്പിനടിയിൽ പോയി ഒളിച്ചു. പിറ്റേന്ന് രാവിലെ അവൻ നോക്കിയപ്പോൾ കണ്ടത് അവന്റെ അമ്മ അലക്കി വെളുപ്പിച്ച ഒരു മുണ്ട് കാറ്റത്ത് പറന്ന് ആ മരത്തിന്റെ ചില്ലയിൽ കുടുങ്ങിക്കിടക്കുന്നതായിരുന്നു. രാത്രി കണ്ടത് പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ചത് അവനെ തന്നെ നോക്കി ചിരിച്ചു. കഥയിലെ പാഠം എന്താണെന്ന് വെച്ചാൽ പേടിയുള്ള ഒരാൾക്ക് കാണുന്നതെല്ലാം പേടിയായിരിക്കും. അപ്പൊ അത്രയുള്ള കഥ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് സ്റ്റോറി. മാലാഖയും. ഒരു കൊച്ചു കഥ. ഒരിക്കൽ ഒരു കാടിന്റെ നടുവിലൂടെ ഒഴുകുന്ന പുഴയിൽ ഒരു മാലാഖ താമസിച്ചിരുന്നു. അവൾക്ക് വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കാനും മീനുകളോട് സംസാരിക്കാനും കഴിയുമായിരുന്നു. ആ പുഴയിലെ വെള്ളമുത്തുകൾ പോലെ തെളിഞ്ഞതായിരുന്നു. കാരണം മാലാഖയുടെ മാന്ത്രിക ശക്തി ആ പുഴയെ സംരക്ഷിച്ചിരുന്നു. ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ പുഴയിൽ വിഷം കലർത്താൻ ശ്രമിച്ചു. പുഴയിലെ മീനുകളെ പിടിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഇതറിഞ്ഞ മാലാഖ തന്റെ കയ്യിലുണ്ടായിരുന്ന മാജിക് സ്റ്റിക്ക് എടുത്ത് പുഴയിൽ ഒരു വട്ടം വരച്ചു. പെട്ടെന്ന് പുഴയിലെ വെള്ളം മുഴുവനും ആകാശത്തേക്ക് ഉയരുകയും ഒരു വലിയ മഴ പെയ്ത് വിഷാംശം മുഴുവനും കഴുകിക്കളയുകയും ചെയ്തു. സോ കഥയിലെ പാഠം എന്താന്ന് വെച്ചാൽ ദയയും കാരുണ്യവും എപ്പോഴും നല്ല ഫലങ്ങൾ നൽകും. അപ്പൊ ഇത്രേ ഉള്ളൂ. കഥ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സപ്പോർട്ട്. ളുടെ കൂട്ടുകാരി. ഒരു കൊച്ചു കഥ. ഒരു ദിവസം രാത്രിയിൽ കാട് മുഴുവൻ പതിവിലും വളരെ ഇരുട്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മിന്നാമിന്നുകൾക്ക് അവർക്ക് പോവേണ്ട വഴി കാണാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ അവിടെ പെട്ടെന്ന് ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുകയും തന്റെ തിളങ്ങുന്ന മഞ്ഞ ചിറകുകൾ വീശി ആകാശത്തേക്ക് ഉയർന്നു. അവൾ ചിറകുകൾ കുടഞ്ഞപ്പോൾ അതിൽ നിന്ന് സ്വർണ്ണ നിറത്തിലുള്ള പൂമ്പൊടികൾ താഴേക്ക് വീണു. ആ പൊടികൾ മിന്നാമിന്നുകളുടെ ചിറകിൽ തട്ടിയപ്പോൾ അവ കൂടുതൽ തിളങ്ങാൻ തുടങ്ങി. ആ രാത്രി കാട് മുഴുവൻ മഞ്ഞ വിളക്കുകൾ കൊളുത്തിയിട്ട പോലെ മനോഹരമായി. മിന്നാമിന്നുകൾ സന്തോഷത്തോടെ മടങ്ങി. കഥയിലെ പാഠം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവർ പ്രയാസപ്പെടുമ്പോൾ നമ്മുടെ കഴിവ് ഉപയോഗിച്ച് അവരെ സഹായിക്കും. അതായത് കാരുണ്യത്തോടെയുള്ള പ്രവർത്തികൾ ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. കഥ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ മാലാഖയുടെ മാന്ത്രിക കുട. ഒരു കൊച്ചു കഥ. ഒരിക്കൽ ഒരു വലിയ കാട്ടിൽ ഒരു മാലാഖ താമസിച്ചിരുന്നു. ഒരു ദിവസം ആ കാട്ടിൽ വളരെ ശക്തിയായ വെയിലായിരുന്നു. ചൂട് കാരണം പക്ഷികൾക്ക് ഇരിക്കാൻ തണലില്ലാതെയായി. ഇത് കണ്ട് മാലാഖക്ക് വളരെ വിഷമം തോന്നി. മാലാഖ അടുത്തുണ്ടായിരുന്ന ഒരു പുഴയിൽ നിന്ന് ഒരു വലിയ മഞ്ഞ ആമ്പൽപ്പൂ പറിച്ചെടുത്തു. അവൾ തന്റെ മാജിക് സ്റ്റിക്ക് കൊണ്ട് അതിൽ തൊട്ടപ്പോൾ ആ പൂവ് വായുവിൽ പൊങ്ങി ഒരു വലിയ കുടയായി മാറി. ആ തണലിൽ കാട്ടിലെ പക്ഷികളെല്ലാം വന്നിരുന്ന് വിശ്രമിച്ചു. വൈകുന്നേരം വെയിൽ മാറിയപ്പോൾ ആ കുട വീണ്ടും മനോഹരമായ ഒരു പൂവായി പുഴയിലേക്ക് മടങ്ങിപ്പോയി. സോ കഥയിലെ പാഠം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവർ പ്രയാസപ്പെടുമ്പോൾ നമ്മുടെ കഴിവ് ഉപയോഗിച്ച് അവരെ സഹായിക്കും. അപ്പൊ ഇത്രയുള്ള കഥ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സപ്പോർട്ട്. ഞങ്ങളുടെ ചാനലിൽ വേറെ വീഡിയോസ് ഉണ്ട്. അപ്പൊ അതും കണ്ടു നോക്കുക. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് സ്റ്റോറി. ബൈ.